ഉസ്താദ് അവസാനമായിട്ട് പാണക്കാട് പോയത് എപ്പോന്നറിയോ? അത് പഠിക്കുക. സാദിഖലി തങ്ങളെ CS പ്രശ്നം ഏൽപ്പിച്ച് എന്നിട്ട് ഈ പണ്ഡിതന്മാരെ കവളിപ്പിച്ചിട്ട് നടന്ന് അതിന് ശേഷം പാണക്കാട് ഷേഖുൽ ജാമ്യ പോയിട്ടില്ല. പക്ഷെ അതിനെ കുറിച്ചിട്ട് പഠിക്കാട്ടാ. ഓക്കെ, പണ്ഡിതന്മാർ മനസ്സിൽ വെച്ചിട്ട് വിങ്ങി പൊട്ടിയതാണ്. എന്നു വെച്ചെങ്കിൽ സമസ്തയുടെ കീഴിൽ വളർന്നിട്ട് സമസ്തക്കെതിരായിട്ട് നീങ്ങുമ്പോൾ അവർക്കുണ്ടാവുമല്ലോ വിഷമം. കേരളത്തിലെ ഇബ്രാഹിനെ, കേരളത്തിലെ തങ്ങന്മാർക്ക് ആദരവ് എന്താണെന്നും തങ്ങന്മാരോടുള്ള ആദരവ് എന്താണെന്നും ബഹുമാനം എന്താണെന്നും ഒക്കെ പഠിപ്പിച്ചത് സമസ്ത തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അവരെങ്ങനെ ബഹുമാനിക്കണം, അത് മെയിൻ. ഇപ്പം നമ്മളെ പാണക്കാട് തങ്ങമ്മളും തങ്ങന്മാരെയും തങ്ങൾ കുടുംബത്തെയും എങ്ങനെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചത് സമസ്ത തന്നെയാണ്. സമസ്ത രൂപീകരിച്ചു കഴിഞ്ഞതിന് ശേഷവും സമസ്തയുടെ വളർച്ച മുരടിച്ചു നിന്ന സാഹചര്യത്തിൽ സയ്യിദന്മാരെ രംഗത്തിറക്കി. പ്രത്യേകിച്ച് പാണക്കാട് തങ്ങന്മാരുടെ മുൻ തലമുറകളെ രംഗത്തിറക്കിയാണ് സമസ്തയെ ജനങ്ങൾക്കിടയിൽ സാർവത്രികമാക്കുകയും സ്വീകാര്യതയുണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സമസ്തയാണ് ഇവിടെ തങ്ങന്മാരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിപ്പിച്ചത് എന്നുള്ളത് അങ്ങേയറ്റത്തെ കളവും, അതേപോലെ തന്നെ ഈ സയ്യിദന്മാരോടുള്ള ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പേരമക്കളോടുള്ള അങ്ങേയറ്റത്തെ അവഹേളനവുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സമസ്തന്റെ വളർച്ചയല്ല മുരടിച്ചിട്ടുണ്ടായത്, അത് ലീഗിന്റെ വളർച്ച മുരടിച്ചിട്ടാകുമ്പോഴാണ് സയ്യിദന്മാരെ അതിൻ്റെ തലപ്പത്ത് വെച്ചത്. വഹാബികൾ ഉണ്ടാക്കിയ ലീഗിൻ്റെ തലപ്പത്ത് സയ്യിദന്മാരെ വെച്ചിട്ടാകുമ്പോഴാണ് ഈ സയ്യിദന്മാർ സമസ്തയിലുള്ള പ്രവർത്തകന്മാരാണ്, സമസ്തയിലെ നേതാക്കന്മാരാണ്. അപ്പോൾ സമസ്തൻ്റെ അണികളും കൂടി അതിൽ ചേർന്നിട്ടാകുമ്പോൾ, മുമ്പെല്ലാം സംസുലമാൻ ലീഗുകാരനല്ല, അതറിയില്ല. സംസുലമാൻ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ മുമ്പ് എല്ലാ മുസ്ലിങ്ങളും കോൺഗ്രസ്സുകാരായിരുന്നു. അടുത്ത കാലത്ത് മരിച്ചുപോയ വലിയ തങ്ങള്, ആ വലിയ തങ്ങള് എതിരായിരുന്നു നിങ്ങൾക്ക് അല്ലാന്ന് പറയാൻ കഴിയോ? ആ വലിയ തങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘടനയാണ് നിങ്ങളുടെ ഈ വഹാബിസത്തിന്റെ പോക്ക് കണ്ടിട്ട് നിങ്ങളെ ഹക്കീം ഫൈസിയെ പിടിച്ച് പുറത്താക്കാനുള്ള തീരുമാനം എടുത്തത്. വേറെ ആരുമല്ല, ആ പാണക്കാട് വലിയ തങ്ങളാ. ഇപ്പൊ ചെറിയ തങ്ങൾ വന്ന് ഇപ്പോ അല്ലേ, അതിനു മുമ്പ് പിന്നെ ചെറിയ തങ്ങൾ അങ്ങനെ തീരുമാനം എടുക്കൂലെന്ന്. ചെറിയ തങ്ങൾ തീരുമാനം എടുക്കൂല എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ കടക്കുന്നില്ല. കാരണം ഇപ്പം പലതും ആഖിർ സമാനല്ലേ, പലരും കാരണം അവരുടെ വഴി തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അവരുടെയൊക്കെ വഴികൾ എല്ലാവരുടെ വഴികളും തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അത് ഇവിടേസ് ഇങ്ങനെ കളഞ്ഞ് ശ്രമിക്കും. ഏതായാലും നിന്നെപ്പോലുള്ളവർ വഹാബി ചായ്വ് കാണിക്കുന്നുണ്ട്. ഇതന്നെയാണ് സമസ്ത അന്വേഷിച്ച് കണ്ടെത്തിയതും ആ ഹക്കീം ഫൈസിയെ പുറത്താക്കാൻ കണ്ടെത്തിയതും ഇതുതന്നെയാണ്. ഇപ്പം നീ ഇവിടെ പറയുന്നെന്താ, സമസ്ത വരുന്നതിന് മുമ്പ് ഇവിടെ തങ്ങന്മാരെ പഠിപ്പിച്ചിട്ടില്ലേ, തങ്ങന്മാരാരാണെന്ന് പഠിപ്പിച്ചിട്ടില്ലേ, തമ്മങ്ങന്മാരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചിട്ടില്ലേ? ഇല്ലടോ, ഈ കേരളത്തിലില്ല. അതാ മനസ്സിലാക്കേണ്ടത്. നീ ഈ കേരളത്തിൽ തങ്ങന്മാർക്ക് നിലയും വിലയുമില്ല എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു, വഹാബി പ്രസ്ഥാനം. അതിവിടെ ഉടലെടുത്തിട്ട് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞു കൂട്ടിയത്. അങ്ങനെ ഒരു പാരമ്പര്യമില്ല, ഒരു പരമ്പരയില്ല എന്നാ പറഞ്ഞത്, കേട്ടോ? അങ്ങനെ ഞാൻ ക്ലിപ്പിട്ടരാ, നിന്റെ മുജാഹിദ് പണ്ഡിതന്മാരുടെ ക്ലിപ്പ് ഞാൻ കിട്ടരാ. എൻ്റെ ഇബ്രാഹിനെ, നമുക്ക് ഇന്ന് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാ, മനസ്സിലായില്ലേ? ഇന്ന് ഞങ്ങളുടെ തങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളാ, ഞങ്ങളുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാ, മനസ്സിലായില്ലേ? നമുക്ക് മറ്റാരും അതിൽ ഇന്ന് വലുതല്ല. ഇനി നാളെ ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് ഉമർ ഫൈസി വരുന്നുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കും, മനസ്സിലായില്ലേ? എന്നാലും വഹാബീസം പഠിപ്പിക്കുന്ന ഹക്കീം ഫൈസിയെ ഞങ്ങൾ നാലയലത്ത് പോലും അടുപ്പിക്കൂല, അയാൾ ആ തെറ്റ് തിരുത്താതെ, മനസ്സിലാ? ഇനി ആര് നിങ്ങളെ കൂട്ടുപിടിച്ചാലും അതുണ്ടാവും. കാരണം അവസാന കാലഘട്ടം ഇപ്പം ഞാൻ പറയുന്ന കേരളത്തിൽ, ഇപ്പം ഇന്ത്യയിൽ തന്നെ നമുക്ക് എടുക്കാം.
2 MP-മാരുണ്ടായ BJP ഇന്ന് ഇന്ത്യ ഭരിക്കുന്നു. അതൊക്കെ ഉണ്ടാവും. ഇന്ത്യ മുഴുവൻ ഭരിച്ച കോൺഗ്രസ് ഇന്ന് മൂലക്കായിന് എന്താ അതിലുണ്ടാവും. കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ട് വരുമ്പം അതിൻ്റെ പ്രകൃതിക്ക് വ്യത്യാസം വരും, ജനങ്ങൾക്ക് വ്യത്യാസം വരും, ജനചിന്തകൾക്ക് വ്യത്യാസം വരും, ഒക്കെ വരുമ്പോനെ നീ എന്താ വിചാരിച്ച് അതൊക്കെ ഉണ്ടാവും. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും നേരെയാക്കാന്ന് കയ്യിലാണ്. എൻ്റെ ടൈപ്പ് MD ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു, ശരിയാണ്. മുസ്ലിം ലീഗ് സമസ്തൻ്റെതാണ്, സമസ്ത മുസ്ലിം ലീഗിൻ്റെതുമാണ് എന്ന് പറഞ്ഞാൽ സമസ്ത എടുത്ത തീരുമാനം ഈ MD ഉസ്താദ് അടക്കം എടുത്ത തീരുമാനം അംഗീകരിക്കണ്ടേ? പിന്നെ എങ്ങനെയാ സമസ്ത ലീഗിൻ്റെതാവാ? ലീഗ് സമസ്തൻ്റെതാണ്, ഓക്കെ, സമ്മതിച്ചു. ഇനി സമസ്ത ലീഗിൻ്റെതാവുമ്പോൾ സമസ്ത എടുക്കുന്ന തീരുമാനം ലീഗ് അംഗീകരിക്കണ്ടേ? എന്തേ അംഗീകരിക്കാതിരുന്നത് ഒന്ന് പറഞ്ഞാൽ? ഈ MD ഉസ്താദ് അടക്കം എടുത്ത തീരുമാനമല്ലേ വഫിയ ആവശ്യമില്ല. കാരണം ഇപ്പം അത് അങ്ങനൊരു വിഭാഗവുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. വഫിയുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. അക്കീം ഫൈസിയെ ഈ സമസ്ത വിഭാഗത്തിലെ എല്ലാ ബന്ധത്തിൽ നിന്നും പുറത്താക്കുന്നു എന്ന് പറഞ്ഞതും തീരുമാനമെടുത്തതും ആ ഉസ്താദ് അടക്കം അല്ലേ പറഞ്ഞത്? അവരുടെ ഉസ്താദാണ് EK ഉസ്താദ്. ആ ഉസ്താദാ പറഞ്ഞത് സമസ്തക്ക് അങ്ങനെ ഒരു ലീഗ് എന്നില്ല, ലീഗ് അല്ല എന്നില്ല. ക്ലിപ്പ് കേൾക്കണോ? സമസ്തക്ക് അങ്ങനെ ലീഗ് എന്നില്ല, പാർട്ടി എന്നില്ല, ഒന്നുമില്ലാന്ന്. അതേപോലെ തന്നെ അവരുടെയൊക്കെ ഉസ്താദും അവരുടെയൊക്കെ സ്ഥാനത്തിരിക്കുന്ന സൈനുദ്ദീൻ മുസ്ലിയാർ, ആ സൈനുദ്ദീൻ മുസ്ലിയാരും പറഞ്ഞത് അങ്ങനെയാണ്. അത് കേട്ടില്ല നിങ്ങൾ? അപ്പോൾ ഒരാൾക്ക് ഓരോ രാഷ്ട്രീയ ചോയ്യുണ്ടാവും, അതിൽ സംസാരിച്ചിട്ടുണ്ടാവുന്നു. മനസ്സിലായാ? ഓരോരാൾക്കും ഓരോ രാഷ്ട്രീയ ചോയ്യുണ്ടാവും, അതിലവർ സംസാരിച്ചിട്ടുണ്ടാവും. അതിപ്പോൾ നമ്മളിപ്പോൾ അതിനെ എതിർക്കുന്നൊന്നുമില്ല അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാനും അങ്ങനല്ലേ, ഞാൻ രാഷ്ട്രീയത്തിന് മുസ്ലിം ലീഗാരനാ. പക്ഷെ എനിക്ക് സമസ്തയിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ലീഗില്ല. അവിടെ ലീഗില്ല, അവിടെ സമസ്തയാണ്. പിന്നെ സമസ്ത ലീഗിൻ്റെതാണ്, ലീഗ് സമസ്തൻ്റെതുമാണ്. ജിബ്രീൽ മുത്തക്കോയത്തങ്ങളോ അല്ലെങ്കിൽ ഇനി KT ഉസ്താദ് പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് അവരെടുത്ത തീരുമാനമല്ലേ വഫിയെ പുറന്തള്ളണമെന്ന് അല്ലേ, അക്കീം ഫൈസിയെ പുറത്താക്കണമെന്ന് എല്ലാ ടൈപ്പ്. പിന്നെന്താ അതിന് അംഗീകരിക്കാത്തത്? അത് അംഗീകരിക്കാത്തത് ഒന്ന് പറഞ്ഞ? എടാ ഇബ്രാഹിനെ, ഇത് സമസ്തന്റെ മക്കള്. എടാ മനസ്സിലായിക്കോടാ നീ. എടാ ഇബ്രാഹിനെ, സമസ്തന്റെ മക്കള് അങ്ങനെ ആരെങ്കിലും ആരോഗ്യം കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പണക്കൊഴുപ്പ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആ ചങ്കുറ്റവും എന്താണ് പറയേണ്ടത് അതിന്റെ ഇതൊന്നും കണ്ടിട്ടൊന്നല്ലടാ മോനെ. ഞങ്ങൾ സമസ്ത ഇവിടെ കൊണ്ടാടുന്നത്, സമസ്തന്റെ എല്ലാ പരിപാടികളും ഞങ്ങൾ സമസ്തന്റെ പിന്നിൽ നിന്നതും ഇങ്ങനെ ആരെയും കണ്ടിട്ടില്ല. അത് നിന്നെപ്പോലത്തോൻ ആരെങ്കിലും കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ കൂടുതൽ ഞങ്ങളുടെ സത്യം അന്ന് പറഞ്ഞത് ഖിയാമത്ത് വരെ ഞങ്ങൾ പറയും. ഞങ്ങളത് മാറ്റി പറയൂല. മനസ്സിലാ? അത് മാറ്റി പറയില്ല. ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇന്നും പറയും, എന്നും പറയും. മനസ്സിലാ? എല്ലാതെ കണ്ട് നിന്നെപ്പോലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ എന്തെങ്കിലും കിട്ടുമ്പോൾ അങ്ങ് മാറിപ്പോവുക, അല്ലെങ്കിൽ പിന്നെ അക്കീം ഫൈസിയെ പോലുള്ള വഹാബിസത്തിലേക്ക് പോകുന്നതിനെ കൂട്ടുപിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുക. ഇപ്രവൃത്തി നമുക്കില്ലാന്ന്, നമ്മളങ്ങനെ ചെയ്യില്ലാന്ന്. സംസുൽ മന്ത്യ പറഞ്ഞ അറിയോ? മൂരിക്കുട്ട സംസുലമ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ ഒരു വഹാബിയും ഒരു ഹിന്ദുവും മത്സരരംഗത്തുണ്ടെങ്കിൽ നീ ആ വഹാബിക്ക് വോട്ട് കൊടുക്കാതെ ആ ഹിന്ദുവിന് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞതാണ് സംസുലമ. മനസ്സിലായ? കഥ പറയാൻ വരുന്നു ഇപ്പം. എന്നിട്ട്